ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 28ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ തുണിക്കടയ്ക്ക് തുണികളെടുക്കാനൊക്കെ പോയതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. കുറച്ച് അപ്പസോഡയും കൂട്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ കലക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായിട്ട് കലക്കരുത്. മുട്ട ബജിക്ക് ഇതുപോലെയാണ് കലക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തന്നാണ് കേട്ടോ. പിന്നെ 1 കിലോ മൈദയും 1/4 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കി വെക്കുന്നുണ്ട്. 1/2 കിലോ പഴമുള്ളൂ, അതുകൊണ്ടാണ് ഒക്കെ കുറച്ചെടുത്തിക്കണത്. അപ്പോൾ നോമ്പ് അത്രയും ദിവസമായപ്പോഴും ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിരുന്നില്ല, മുട്ട ബജി ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ നോമ്പിന് തന്നെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അപ്പോൾ ഒരു വാശി തോന്നിയിട്ട് ഞാൻ അന്ന് തന്നെ 2 ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ അത് വലിയതായിട്ടാണ് ശരിയായതൊന്നുമില്ല. പിന്നെ നമ്മളന്ന് പലഹാരമായിട്ട് ഉണ്ടാക്കിയത് പത്തിരിയും കോഴിക്കറിയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാവൊക്കെ നേരത്തെ തന്നെ ഒക്കെ കലക്കി വെച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ കറിയും വെച്ചിട്ട് മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി പണിമേൽക്ക് നിന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനും മുട്ട ബജി ഉണ്ടാക്കാനൊക്കെ നിന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നിന്നത്. അതല്ലെങ്കിൽ അതൊക്കെ തണുത്ത് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പഴം 3 പഴമാണ് കേട്ടോ 1/2 കിലോ പഴം കിട്ടിയത്. അപ്പോൾ ഈ നോമ്പറക്കാൻ പോണടത്തൊക്കെ ചെറിയ പഴംപൊരി കാണുമ്പോൾ എനിക്ക് വിചാരിച്ചു ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു. മാവ് ലൂസായി പോയതുകൊണ്ടാണോ അതോ എന്താണെന്നറിയില്ല കേട്ടോ, കട്ടി കുറഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. പഴംപൊരി ഉണ്ടാക്കിയിട്ട് അത്ര കണ്ട് ശരിയായതൊന്നുമില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ടോ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പൊന്തി വരും കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്ന പഴംപൊരി, ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരിയൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട്, പോയി കണ്ട് നോക്കൊണ്ടു. നല്ല ബബിൾസായിട്ട് വരും കേട്ടോ. ഇതെന്തോ ഇങ്ങനെ അവിടെ മാവുമായിട്ട് ഒട്ടി കിടന്നു വെച്ച് തോന്നുന്നുണ്ട്. മാവ് ലൂസായിട്ടാണെന്നാണ്. പിന്നെ പഴം നല്ലോണം പഴുത്തിരുന്നതും അല്ല. അപ്പോൾ എന്തായാലും പഴംപൊരിയൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുറച്ച് ഈത്തപ്പഴം ആ കൂട്ടത്തിൽ തന്നെ പൊരിച്ചെടുത്തു കേട്ടോ. അതിനും അതേ മാവ് തന്നെ മതിയല്ലോ. പഴംപൊരിയുടെ മാവിൽ നമുക്ക് ഈത്തപ്പഴം പൊരിച്ചെടുക്കാം. പിന്നെ മുട്ട ബജി ഉണ്ടാക്കി. മുട്ട ബജിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും കുറേ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. നോമ്പാകുമ്പോൾ നമുക്ക് അതൊക്കെ എടുക്കാൻ നല്ല ഇടങ്ങേറൊക്കെ വരാൻ നേരത്ത് പിന്നെ വീഡിയോ എടുക്കലും ഇത് പിന്നെ ഒന്ന് എടുത്ത് കാണിച്ചാനൊന്നും പറ്റൂല കേട്ടോ. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ മുട്ട ബജി ഉണ്ടാക്കി. മുട്ട ബജി പിന്നെ ശരിയാവുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ പൈനാപ്പിൾ ജ്യൂസും അവല് മിൽക്കും തണ്ണിമത്തൻ ജ്യൂസൊക്കെയാണ് ഉണ്ടാക്കിയത്. നാരങ്ങ വെള്ളവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ട് പിന്നെ ഒരു 7 മണിക്ക് തന്നെ നമ്മൾ തുണികളെടുക്കാനായിട്ട് പോയിട്ടോ. കുട്ടികൾക്കൊന്നും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുണിക്കടയ്ക്ക് പോയി. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയിട്ട് എനിക്ക് അവിടെ ഭയങ്കര ഇടങ്ങാറൊക്കെ ആയിട്ടോ. വെറും ഈ ജ്യൂസുകളും വെള്ളമൊക്കെ കുടിച്ച് പോയിട്ട് പിന്നെ അവറ്റകൾ കട്ടൻ ചായയൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ ഏതെടുത്താലും നമുക്ക് പറ്റില്ല. പിന്നെ ഈ പെരുന്നാളിനൊക്കെ എല്ലാവരും തിരഞ്ഞിട്ടായിരിക്കുമല്ലോ. പിന്നെ ഈ രാത്രിക്കല്ലേ നമ്മൾ പോണത്. പകലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഒരിതുണ്ടാകും. നോമ്പാകുമ്പോൾ എനിക്ക് പകൽ പോണതും ഇഷ്ടമല്ല. ഇപ്പോൾ രാത്രിക്കാകുമ്പോൾ വെയിലിൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ വെച്ചിട്ടാണ് രാത്രിക്ക് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആർക്കെങ്കിലും തിരിച്ച് കിട്ടാത്തതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും ചെയ്യണതാക്കാരം. പിന്നെ കുട്ടികൾക്ക് പണ്ടൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് കുട്ടികൾ ഇടും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തില്ലെങ്കിൽ പിന്നെ അവർ ആ ഡ്രസ്സ് ഇടൂല. പിന്നെ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയതൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴത്തേനും ഒരുപാട് സമയം കേട്ടോ. ഓരോ കുട്ടികൾക്കും ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടും കണ്ണാടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിട്ട് ഒരു 10 മണി 10:30 ആയിട്ടോ അന്ന് പോന്നപ്പോൾ. കടയിലാണെങ്കിലോ സൂചിട്ട കോയിൽ അത്രയും തിരക്കൂട്ടോ ആ നേരത്തൊക്കെ. അപ്പം അങ്ങനെ തിരഞ്ഞ് നിന്നിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് നമുക്ക് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. പിന്നെ എനിക്ക് മാക്സി എടുക്കാൻ പോയത് 29ാം നോമ്പിനാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴോ വണ്ടികളൊരു തിരക്കുകൊണ്ട് റോഡിൽ കൂടെ ഒന്നും ഇറങ്ങാനേ പറ്റൂല കേട്ടോ.